നടക്കുതാഴ സർവീസ് സഹകരണ ബാങ്കിൽ കഴിഞ്ഞ വർഷം കൃത്യമായി വായ്പ തിരിച്ചടച്ചവർക്കുള്ള ഇൻസെന്റീവ് വിതരണവും അനുമോദനവും വടകര ടൗൺ ഹാളിൽ നടന്നു. പരിപാടി വടകര അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ഷിജു ഉദ്ഘാടനം ചെയ്തു. സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വർദ്ധിച്ചു വരുന്ന കുടിശ്ശികയാണ്. ഇവിടെ എത്തിയിട്ടുള്ള ആളുകളെല്ലാം തന്നെ വായ്പ കൃത്യമായി അടച്ചതുകൊണ്ടാണ് ആ കുടിശ്ശിക നടക്കുതാഴ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ആ കുടിശ്ശിക പെർസെൻറ്റേജ് ഏതാണ്ട് 5% താഴെയാണെന്ന് തോന്നുന്നു. പക്ഷെ നമ്മുടെ മറ്റ് ബാങ്കുകളൊക്കെ അപേക്ഷിച്ച് എത്രയോ മുന്നിലാണ് നമ്മുടെ ഈ പ്രദേശത്തെ നമ്മുടെ എല്ലാം തന്നെ ബാങ്ക്. ഞാനും ഈ നാട്ടുകാരൻ തന്നെയാണ്. ഞാൻ ഈ ബാങ്കിൻ്റെ ഒരു ആദ്യകാല മെമ്പറാണ്. പിന്നെ എനിക്ക് ഈ സ്ഥാപനത്തിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ മെമ്പർഷിപ്പിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടാണ് ഞാൻ ഗവൺമെൻറ് സർവീസിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ മാതൃകാപരമായ ഒരു സേവനം നടത്തി മികച്ച രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് ഏതാണ്ട് 98 പ്രവർത്തനം ആരംഭിച്ച് 2026 എത്തുമ്പോൾ ഏതാണ്ട് 28ഓളം വർഷം നാടിനെയും നാട്ടുകാരെയും എല്ലാവരെയും, അതായത് സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ വിഭാഗം ആളുകളെയും പരസ്പരം ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ഒരു വലിയൊരു സഹകരണ പ്രസ്ഥാനമാണ് നമ്മുടെ താലൂക്കിലുള്ള അറിയപ്പെടുന്നതും അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലും ഇപ്പോൾ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സഹകരണ ബാങ്കായി നമ്മുടെ എല്ലാം ബാങ്കായി നടക്കുന്നതായ സർവീസ് സഹകരണ ബാങ്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ സഹകരണ മേഖല എന്ന് പറയുന്നത് നമുക്ക് ഒരു ചെറുതായി കാണാൻ പറ്റുന്ന ഒരു മേഖലയല്ല. സർവ മേഖലയിലും ഒരാളുടെ ഒരു വ്യക്തി ഒരു മനുഷ്യൻ ജനിച്ചു വീഴുന്ന മുതൽ മരണം വരെ വിവിധ തലങ്ങളിൽ ഓരോ ഘട്ടങ്ങളിലും ഇത്തരം സ്ഥാപനങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് അവരുടെ ജീവിത ക്രമങ്ങൾ ചിട്ടപ്പെടുത്തുന്നത്. വളരെ കൃത്യമായിട്ട് ഓരോ ഘട്ടത്തിലും ഏതെങ്കിലും ഒരാൾ, നമ്മുടെ കേരളത്തിലെ ഏതാണ്ട് 3.5 കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിൽ ഏതാണ്ട് 2.25 കോടി ജനങ്ങളും ഈ മേഖലയെ നേരിട്ട് ആശ്രയിച്ച് വരുന്ന ജനങ്ങളാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഏതാണ്ട് 75% ആളുകളും സഹകരണ മേഖലയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അവരുടെ ബാങ്കിങ് ഇതര ഇടപാടുകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ബാങ്ക് പ്രസിഡന്റ് എം മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ബാങ്കിങ് സ്ഥാപനം എന്ന നിലയ്ക്ക് നടക്കുതാഴ ബാങ്ക് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്നൊരു ബാങ്കായി മാറിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷവും നല്ല സുസ്ഥിരമായ സാമ്പത്തിക വികസനമുണ്ടാക്കിയ ബാങ്ക് എന്ന നിലയ്ക്ക് കഴിഞ്ഞ ഡയറക്ടർ ബോർഡ് ആലോചിക്കുമ്പോൾ ഇപ്രാവശ്യവും ഇത്തരത്തിൽ വായ്പ കൃത്യമായി അടക്കുന്നവരെ ഒന്ന് വിളിച്ച് അവരെ ഒന്ന് അനുമോദിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതൊരു സഹകരണ ബാങ്കിൻ്റെ ഒന്നെല്ലാം നടത്തിപ്പിനായിട്ട് നിക്ഷേപം സ്വീകരിക്കുന്നതിന് പുറമെ കൃത്യമായി വായ്പ തിരിച്ചടച്ചാൽ മാത്രമേ നല്ലൊരു സുസ്ഥിരമായിട്ടുള്ള വികസനം ഉണ്ടാവൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പൊതുവിൽ നിലവിലുള്ളത്. നടക്കുതാഴ സഹകരണ ബാങ്കിനെ അപേക്ഷിച്ച് പറയുമ്പോൾ തന്നെ വായ്പ നിക്ഷേപ അനുപാതം 85%-ലധികമാണ്. 85% അധികം എന്ന് പറയുമ്പോൾ, കാരണം നമ്മുടെ ഒരു 100 കോടി നിക്ഷേപം സ്വീകരിച്ചില്ലെങ്കിൽ അത് 85 ലക്ഷവും വായ്പയായിട്ട് ജനങ്ങൾക്ക് വേണ്ടി നൽകി വരുന്നൊരു ബാങ്കാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോഴേ കഴിഞ്ഞ നിക്ഷേപ സമാഹരണ മാസത്തോടു കൂടി ബാങ്കിൻ്റെ നിക്ഷേപം 340 കോടി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു 300 കോടി രൂപ തന്നെ ഈ ലോണായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടക്കുതാഴ ബാങ്ക് വഴി വിതരണം ചെയ്തിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് പി കെ ദിനിൽകുമാർ, യൂണിറ്റ് ഇൻസ്പെക്ടർ പി കെ ശ്രീജിത്ത്, ബാങ്ക് സെക്രട്ടറി കെ എം മനോജൻ എന്നിവർ സംസാരിച്ചു. ഈ പരിപാടി നടക്കുന്നത് ഇപ്പം 4ാമത്തെ വർഷമാണ് തുടർച്ചയായി. ആദ്യത്തെ 2 വർഷങ്ങളിലും ഒരു ചെറിയ ഹാള് മതിയായിരുന്നു നമുക്ക് നടത്താൻ. വായ്പയെടുത്ത അംഗങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടില്ല, പക്ഷേ കൃത്യമായി തിരിച്ചടക്കുന്ന അംഗങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യ വർഷം നടത്തുമ്പോൾ 70-ൽ താഴെയായിരുന്നു. 2ാമത്തെ വർഷം അത് 125 ആയിരുന്നു. 3ാമത്തെ വർഷം 200-നടുത്തായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം അത് 384 ആ നിലയിൽ കൃത്യമായി തിരിച്ചടക്കുന്ന ആളുകളുടെ എണ്ണം നമ്മുടെ ബാങ്കിൽ വർദ്ധിച്ചു വരികയാണ്.
ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. കാരണം കൃത്യമായി മുമ്പ് അടക്കാതിരുന്നിട്ട് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് കത്തുകൾ അയക്കുകയും ഞങ്ങൾ വീട്ടിൽ വരികയും പിന്നെ ആർബിട്രേഷൻ കേസ് ഫയൽ ചെയ്യുകയും അതിൻ്റെ വിധി ആവുകയും അതിൻ്റെ മുകളിൽ EP ഫയൽ ചെയ്യുകയും സ്ഥലം അളവിന് വെക്കുകയും അല്ലെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ് ജാമ്യമാണെങ്കിൽ അതിൻ്റെ മുകളിൽ റിക്കവറിക്ക് പോവുകയും ഫോം 12 പ്രകാരം നടപടി സ്വീകരിച്ച് കോടതിയിൽ എത്തുകയും ഒക്കെ ചെയ്ത അപൂർവമല്ല കുറച്ച് പേരെങ്കിലും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. കാരണം അവർ ആ വായ്പ പുതുക്കിയതിന് ശേഷം കൃത്യമായി അടച്ചു വരുന്ന ധാരാളം പേരെ ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ അല്ലെങ്കിൽ അത്തരം ഒരു നടപടികളിലേക്കൊന്നും പോവാതെ ബാങ്കിലെ വായ്പ തിരിച്ചടക്കുക എന്നുള്ളത് ബാങ്കിൻ്റെ വരുമാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊടുക്കുന്ന വായ്പയിൽ നിന്ന് ലഭിക്കുന്ന പലിശയാണ്. അതാണ് ബാങ്കിൻ്റെ പ്രധാന വരുമാനം. ആ വരുമാനം കൃത്യമായി നൽകുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങളെ ആദരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇൻസെൻറ്റീവ് നൽകുന്നത്. നിങ്ങളിവിടെ കഴിഞ്ഞ സാമ്പത്തിക വർഷം നിങ്ങളുടെ ഈ വായ്പയിൽ അടച്ച പലിശയുടെ 5% തിരിച്ച് നിങ്ങൾക്ക് തരികയാണ്. അതാണ് ഇൻസെൻറ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് വിതരണം ചെയ്യുമ്പോൾ നിങ്ങളിവിടെ വന്ന സ്ഥിതിക്ക് പോകുമ്പോൾ ഒരു കോംപ്ലിമെൻറ്റ് കൂടി, ഒരു കവറും കൂടി അതിൻ്റെ കൂടി തരുന്നു എന്ന് മാത്രം. അതൊരു സന്തോഷത്തിൻ്റെ ഭാഗമായി ഒരു ചെറിയ കോംപ്ലിമെൻറ്റ് മാത്രം. നിങ്ങൾ എത്രത്തോളം പലിശ അടച്ചിട്ടുണ്ടോ ആ അടച്ച പലിശയുടെ 5% തിരിച്ചു തരുന്നത്. 13,600 രൂപ വരെ ഇൻസെൻറ്റീവായി കിട്ടുന്ന ആളുകൾ ഇന്നത്തെ ഈ ചടങ്ങിലെത്തിയിട്ടുണ്ട്. 25 ലക്ഷം ലോൺ എടുത്ത് അതിൽ 23-24 ലക്ഷം ബാലൻസുള്ള കൃത്യമായി അടക്കുന്ന ആളുകൾക്ക് 13,000-ലധികം രൂപ ഇൻസെൻറ്റീവായിട്ട് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അസിസ്റ്റന്റ് സെക്രട്ടറി PM ഷൈജു സ്വാഗതവും ബ്രാഞ്ച് മാനേജർ N പ്രദീപൻ നന്ദിയും പറഞ്ഞു. വായ്പാ വിതരണവും അതിൻ്റെ തിരിച്ചടവും ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സാമ്പത്തിക നിലയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെയാണ് ബാങ്ക് ഇപ്പം തുടർച്ചയായി തന്നെ എല്ലാ വർഷവും കൃത്യമായി വായ്പ അടച്ചവരെ ആദരിക്കുന്നു. അതുപോലെ തന്നെ അവർക്കുള്ള ഇൻസെൻറ്റീവ് വിതരണം നടത്തിക്കൊണ്ടിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാങ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കസ്റ്റമേഴ്സാണ് നിങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബാങ്ക് നേരത്തെ സൂചിപ്പിച്ചു 340 കോടിയോളം ഇൻവെസ്റ്റ്മെൻറ്റുള്ള ഒരു സ്ഥാപനമായി ഇന്ന് വളർന്നിരിക്കുന്നു. ഓരോ വർഷവും ആ വളർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യം നിങ്ങളാണ് എന്ന് പറയുന്നതിൽ എനിക്ക് തീർച്ചയായും അഭിമാനമുണ്ട്.